വള്ളിക്കുന്നത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിമന്യുവിൻ്റെ വധം RSSൻ്റെ ചുമലിൽ കെട്ടിവെക്കാനുള്ള CPM ശ്രമം പാടെ പാളി. അഭിമന്യു വധത്തിൽ പ്രതിഷേധിച്ച് പ്രദേശത്ത് CPM ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു. അഭിമന്യു വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് CPM പ്രാദേശിക നേതാക്കൾ പരസ്യമായി പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കീഴടങ്ങിയ പ്രതികൾ പറയുന്നത് അഭിമന്യു വധം വ്യക്തി വൈരാഗ്യം കൊണ്ട് സംഭവിച്ചത് ആണെന്നാണ്. അഭിമന്യുവിനെ കുത്തിയത് സഞ്ജയ് ജിത്താണ്. അഭിമന്യുവിൻ്റെ സഹോദരൻ അനന്തുവാണ് ഈ അക്രമികളുടെ ലക്ഷ്യം. അനന്തുവിനെ കൊല്ലാനാണ് അവർ എത്തിയത്. എന്നാൽ അനന്തുവിനെ കിട്ടാത്തത് കൊണ്ട് അഭിമന്യുവിനെ കുത്തിക്കൊല്ലുകയായിരുന്നു. വ്യക്തി വൈരാഗ്യം മൂലം അഭിമന്യുവിൻ്റെ സഹോദരൻ അനന്തുവിൻ്റെ സംഘവും സഞ്ജയ് ജിത്തിൻ്റെ സംഘവും തമ്മിൽ നിരന്തരം വള്ളിക്കുന്നത്ത് സംഘർഷം നടന്നിരുന്നു. വിഷുദിനത്തിൽ പടയണിവട്ടം ക്ഷേത്രോത്സവത്തിൽ ഈ സംഘങ്ങൾ ഏറ്റുമുട്ടി. ഇതിൻ്റെ തുടർച്ചയായാണ് അഭിമന്യു കൊല്ലപ്പെട്ടത്. അഭിമന്യു കൊല്ലപ്പെട്ടതോടുകൂടി CPM തടകുടഞ്ഞ് എണീറ്റു. അവർ RSSകാർ കൊന്നതാണെന്ന് വരുത്തി തീർക്കാൻ വ്യക്തമായി ശ്രമിച്ചു. അഭിമന്യുവിൻ്റെ പിതാവ് അമ്പിളികുമാർ അഭിമന്യുവിന് CPMുമായി യാതൊരു ബന്ധവുമില്ലെന്നും അഭിമന്യു CPMകാരനല്ലെന്ന് വ്യക്തമാക്കിയിട്ടും CPM അടങ്ങിയില്ല. അഭിമന്യുവിൻ്റെ മൃതദേഹത്തിൽ ചുവന്ന കൊടി പുതപ്പിച്ച് ഇൻക്ലാബ് വിളിച്ചു. അഭിമന്യു വധത്തിൽ ഹർത്താൽ ആചരിച്ചു. SFIയുടെ കൊടി പിടിച്ച് അഭിമന്യു നിൽക്കുന്ന പടം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഇങ്ങനെ അഭിമന്യുവിനെ രക്തസാക്ഷിയാക്കി മാറ്റി. ഇപ്പോൾ അഭിമന്യുവിൻ്റെ വധത്തിൽ 3 പ്രതികൾ കീഴടങ്ങിക്കഴിഞ്ഞു. സഞ്ജയ് ജിത്ത്, ആകാശ്, പ്രണവ് എന്നിവരാണ് കീഴടങ്ങിയത്. വള്ളിക്കുന്നം പോലീസ് സ്റ്റേഷനിൽ പോലീസ് പറയുന്നത് വ്യക്തി വൈരാഗ്യം കാരണമുണ്ടായ കൊലയാണ് ഇതെന്നാണ്. പ്രതികൾക്ക് RSSുമായി ബന്ധമുണ്ട്. എന്നാൽ ഇവർ RSSൻ്റെ സജീവ പ്രവർത്തകരല്ല. RSS നേതൃത്വത്തിന് ഇതുമായി പങ്കില്ല. പ്രതികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ്. പ്രതികളും അനന്തുവിൻ്റെ സംഘവും തമ്മിൽ മയക്കുമരുന്നിൻ്റെ പേരിൽ, മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ പേരിൽ പലതരത്തിലുള്ള തർക്കങ്ങളും ഉണ്ടായിരുന്നു. ഈ തർക്കങ്ങൾക്ക് ഒടുവിലാണ് അഭിമന്യുവിന് കുത്തേറ്റതും അഭിമന്യു കൊല്ലപ്പെട്ടതും. ഇതാണ് യാഥാർത്ഥ്യം. ഇതോടുകൂടി അഭിമന്യുവിൻ്റെ വധം RSSൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള CPM ശ്രമം പൊളിഞ്ഞിരിക്കുകയാണ്. പോലീസ് പൊളിച്ചിരിക്കുകയാണ്.